ഹലോ നമസ്കാരം, ഞാൻ രേഷു. എല്ലാവർക്കും രേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് 3 മാസം മുമ്പേ വീട്ടിൽ കൃഷി ചെയ്ത മത്തനാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് ഒരു അടിപൊളി ഹൽവ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ മത്തൻ 2 കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. ഇതിൽ ഒരു ഭാഗം മാത്രമേ ഞാൻ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. മത്തങ്ങ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒരു 1/4 മണിക്കൂർ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം നമുക്ക് ഈ ഒരു ചെറിയ കപ്പിൽ 1 കപ്പ് അവലാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നല്ല മിനുസത്തിൽ പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഇത് അവൽ നിർബന്ധമില്ല, അതിന് പകരം നമുക്ക് അരിപ്പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യം നമുക്ക് ഇത്രയും വെള്ളമാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽട്ടാക്കിയിട്ട് കൊണ്ടുവരാം. മത്തൻ വെന്ത് വന്നിട്ടുണ്ട്, നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല കുഴമ്പ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. മത്തങ്ങ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കോരിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച മത്തങ്ങ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളം ആറുന്നവരെ നമുക്ക് ചെറിയ തീയിൽ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് അവിൽ വറുത്ത് പൊടിച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി കുറുകി വരുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. തീ നല്ല രീതിയിൽ കത്തിക്കരുത്, ചെറു തീയിൽ വേണം ഇത് ഇളക്കി നല്ല രീതിയിൽ കുറുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവയുടെ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നെയ്യ് ഒഴിച്ച് വെച്ച പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പാത്രത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ പാത്രത്തിലാക്കി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 4 മണിക്കൂർ നമുക്ക് ഇത് ചൂടാറാൻ വെച്ചതിന് ശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തൻ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തൻ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കർക്കിടക മാസത്തിലൊക്കെ ഇതുപോലുള്ള റെസിപ്പി നമ്മൾ തിന്നുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടമാകും. കാരണം ഇത് മത്തനെ കൊണ്ടുണ്ടാക്കിയതാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പിന്നെ ഒരു കാര്യം, ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ പണി ഉണ്ടായാലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.